ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണം. അപ്പോൾ അത് കാരണം കുക്കറിൽ വച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാളയും എടുത്തിട്ടുണ്ട്. ഒരു 3 സവാള, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും. അപ്പോൾ അതും കൂടി കഴുകി നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് അരച്ചെടുത്തിരിക്കുന്ന പേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പിന്നെ കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ചില്ലി അത് അരിഞ്ഞെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി, പിന്നെ കറിവേപ്പില, മല്ലിയിലയും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന പൊടികൾ ഗരം മസാല, മല്ലിപ്പൊടി 1 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ മീൻ മസാല ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന പൊടി. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ വിനീഗറാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഈ മസാലകളെല്ലാം കൂടി ചേരാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയെല്ലാം ആ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ അപ്പം തന്നെ ഞാൻ കുക്കറിൽ വേവിക്കുകയാണ്. അപ്പോൾ ഇത് കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരുപാട് നേരം നമ്മൾ 2-3 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് തന്നെ അതങ്ങ് അധികമായിട്ടങ്ങ് വെന്തു പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ. ഞാൻ എൻ്റെ കുക്കറിനകത്ത് 1 വിസിൽ മാത്രമാണ് വെക്കുന്നത്. 2ാമത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് എൻ്റെ ബോൺ പീസ് സെപ്പറേറ്റ് ആവും, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളി 1 വിസിൽ മാത്രമാണ് വെക്കുന്നത്. അപ്പം മസാല എല്ലാം ചേർത്ത് അത് ഞാൻ വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ താളിച്ച് വെക്കുന്നതിനകത്തേക്ക് ഈ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിനകത്തുനിന്ന് കുറച്ച് സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇനി അതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ അതായത് 1/4 ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ കളറൊന്ന് നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഈ വാടിയ ഉള്ളിയിലേക്ക് ചേർത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ, അപ്പോൾ ഇത് ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല, കാരണം അധികം വെന്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കുക്കറിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഒരുപാട് അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കില്ല. അപ്പം 1 വിസിൽ പെട്ടെന്ന് വേവുന്ന കുക്കറാണെങ്കിൽ 1 വിസിൽ മതിയായിരിക്കും. അപ്പം ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നല്ല രുചിയായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ രീതിയിൽ ചില സമയങ്ങളിൽ, അതായത് എനിക്ക് സമയമൊന്നും കിട്ടാത്ത സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.